2028 പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു കുംഭമേള നടത്തുമെന്നാണ് സംഘപരിവാര സംഘങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2029 ലോക്സഭാ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഒരുക്കം തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മുഖ്യധാര പത്രങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും നമ്മളതിനെ അവഗണനയുടെ ഒരു രാഷ്ട്രീയം പയറ്റുകയാണ് എന്ന് അവകാശപ്പെടാമെങ്കിലും അത് ഒരുതരം എതിർപ്പുമില്ലാതെ വളരെ ചെറിയ, ഇപ്പോൾ പാലത്തിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു കളക്ടർ എന്ന് പറയുന്ന അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ എതിർപ്പുകൾക്കപ്പുറത്തേക്ക് ഇതിനെ ചിത്രീകരിക്കുന്നത് ഒരു മതമൈത്രിയുടെ സംഗമമായിട്ടും ഇതിനെ ഒരു എതിർപ്പുകളില്ലാതെ നടന്നുപോയൊരു സംഗതിയായിട്ടും ഇതിനൊരു സ്വാഭാവികവൽക്കരിക്കുന്ന ഒരു പശ്ചാത്തലം കൃത്യമായി ഒരുങ്ങി എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഭാവിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു ത്രട്ട് എന്ന് പറയുന്നത്. പക്ഷെ അതിനെ അങ്ങനെ മാത്രം കണ്ടാൽ പോരാ. ഈ പരിസരം ഒരുങ്ങിയിരുന്നു എന്ന് പറയുന്നത് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന്റെയും ഒരുക്കങ്ങളുടെയും കാത്തിരിക്കാൻ ശേഷിയുള്ള ഒരു സംഘടന കൂടിയാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത്, RSS എന്ന് പറയുന്നത്. പൊങ്കാല തുടക്കകാലത്ത് ചരിത്രത്തിലേക്ക് നോക്കിയാൽ പൊങ്കാല ഇതുപോലത്തെ ആഘോഷമൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പോ ഇവിടുത്തെ എല്ലാ സർക്കാരുകളും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു ഹിന്ദുത്വ ആഘോഷമായിട്ട് പുറം രാജ്യങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകൾ കൂട്ടം കൂട്ടമായിട്ട് എത്തുന്ന ഒരു വലിയ ഉത്സവമോ അല്ലെങ്കിൽ ഒരു ഹിന്ദു പരിപാടിയൊക്കെ ആയിട്ട് അത് മാറാണ്. ഈ പറയുന്ന മകരവിളക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ അതങ്ങനെയല്ലാന്ന് സ്ഥാപിക്കുന്നു. ഇത് കർപ്പൂരം കത്തിക്കുകയാണെന്നും ഒക്കെ ഏറ്റവും ആദ്യം വിഷ്വലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ടെലിവിഷൻ എന്ന് പറയുന്നത് കൈരളി TV. അവിടെ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കൈരളി TV തന്നെയാണ് ഈ ഇതിന്റെ ലൈവ് സൂര്യ TVക്ക് ശേഷം മകരവിളക്കിന്റെ ലൈവ് ആദ്യമായിട്ട് കൊടുക്കാൻ തുടങ്ങിയതും ഇതേ കൈരളി TV ആണെന്നുള്ളൊരു വൈരുദ്ധ്യം കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നീടുള്ള കാലത്ത് അത് എല്ലാ ടെലിവിഷൻ ചാനലുകളും ഏറ്റെടുക്കുകയും ഇപ്പോഴും കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം അവിടെ കത്തിക്കുകയാണെന്ന്. പക്ഷെ എന്നിട്ടും ഭക്തിസാന്ദ്രമായ അകമ്പടിയോടുകൂടിയൊക്കെ ഇതിനകത്ത് കൃത്യമായൊരു എന്ത് വർക്ക് ചെയ്യുന്നുണ്ട്, എക്കോണമിയുടെ ഒരു തലവും കൂടിയുണ്ട്, മാർക്കറ്റ് ഉണ്ട്, ബിസിനസ് ഉണ്ട്. പ്രകൃതിയുടെ മിശ്രണം, ടാറ്റയുടെ പാക്കിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ ഭക്തിയുടെയും പൊളിറ്റിക്സിന്റെയും എക്കോണമിയുടെയും പാക്കിങ്ങും മിശ്രണവും നടത്തിയിട്ടാണ് സംഘപരിവാർ ഇവിടെ ഈ ഒരു വേദി, ഈ ഒരു സംഗതി ഉണ്ടാക്കിയത്. അതിന് രാഷ്ട്രീയ പാർട്ടികളോ യുവജന സംഘടനകളോ മതേതരത്വം പറയുന്ന ഇവിടത്തെ സാംസ്കാരിക നായകരോ അവഗണനയുടെ രാഷ്ട്രീയമാണ് പയറ്റുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരുതരം ഇരട്ടത്താപ്പാണ്. എതിർക്കേണ്ടതിനെ എതിർത്ത് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്.